ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം. അടിമത്തത്തിന്റെ ഒരു യുഗത്തിന് അന്ത്യമായതിനൊപ്പം പ്രതീക്ഷയുടെ പുലരിയിലേക്ക് ഇന്ത്യ ഉണർന്നെഴുന്നേറ്റ ദിവസം. രാവിലെ 7:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. യുവാക്കൾക്കായുള്ള മെഗാ തൊഴിലവസര പദ്ധതി പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. യുവാക്കൾക്കായുള്ള 1 ലക്ഷം കോടിയുടെ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. 3.5 കോടി യുവാക്കൾക്ക് പ്രയോജനപ്പെടുമെന്ന് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി വ്യക്തമാക്കി. $10 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യം 2047ഓടെ എത്തുമെന്നും മോദി വ്യക്തമാക്കി. എല്ലാ ഭാഷകളും തുല്യം, എല്ലാ ഭാഷകളും വികസിക്കണമെന്നും മോദി പറഞ്ഞു. RSSന്റെ 100 വർഷത്തെ രാഷ്ട്രസേവനം സമാനതകളില്ലാത്തതാണെന്നും സമർപ്പണത്തിന്റെ ഇതിഹാസമാണെന്നും മോദി പറഞ്ഞു. ഇനിയും മുൻപോട്ട് നീങ്ങാനുള്ള ഊർജ്ജമാണ് RSS നൽകുന്നത്. നക്സലിസത്തിനും മാവോവാദത്തിനും വിലങ്ങിടുമെന്നും മോദി വ്യക്തമാക്കി. കർഷകരെയും പിന്നോക്ക വിഭാഗങ്ങളെയും സർക്കാർ ഒരിക്കലും കൈവിടില്ല എന്നും അവർക്കൊപ്പമാണ്. ഗബീരി ഹഠാവോ മുദ്രാവാക്യവും ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. രാജ്യത്തെ ഓരോ കുടുംബത്തെയും കുറിച്ചും തനിക്ക് ചിന്തയുണ്ടെന്നും മോദി പറഞ്ഞു. നക്സലിസത്തിനും മാവോവാദത്തിനും വിലങ്ങിടും, നുഴഞ്ഞുകയറ്റത്തെ ചെറുക്കും, രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാർക്ക് വീട് കൊടുക്കില്ല. നക്സലിസത്തിനും മാവോവാദത്തിനും വിലങ്ങിടും, ചുവന്ന തീവ്രവാദത്തെ തൂത്തെറിയും. മുന്നേറാനുള്ള യഥാർത്ഥ സമയമാണിത്. നമുക്ക് ഒന്നിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത്.